നമസ്കാരം. അകത്തും പുകത്തും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ നാല് ചുറ്റും അതിരൂക്ഷമായ പ്രതിസന്ധികൾ മാത്രമാണ്. POKയിൽ എന്നും പ്രതിഷേധങ്ങളും കലാപങ്ങളും. അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ നിരന്തരം സംഘർഷങ്ങൾ. ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം തകർന്നു. പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രവിശ്യയായ ബലൂചിസ്ഥാനിൽ സ്ഥിരമായി വിഘടനവാദം. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് പുതിയ രാജ്യം വേണമെന്നാണ് അവരുടെ ആവശ്യം. ഏകദേശം പാകിസ്ഥാന്റെ 40% വരും ഈ പ്രവിശ്യ. ഇങ്ങനെ ബലൂചിസ്ഥാൻ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നടൻ സൽമാൻ ഖാന്റെ വക ഒരു പരാമർശം വരുന്നത്. നടൻ സൽമാൻ ഖാന്റെ പരാമർശം പാകിസ്ഥാനിൽ വൻ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. താരങ്ങളായ ഷാറൂഖ് ഖാനും അമീർ ഖാനും ഒപ്പം റിയാദിൽ നടന്ന ജോയ് ഫോറം 2025 മധ്യപൂർവേഷ്യയിൽ ഇന്ത്യൻ സിനിമയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെക്കുറിച്ച് സംസാരിക്കവേ സൽമാൻ ഖാൻ നടത്തിയ പരാമർശങ്ങളാണ് പാകിസ്ഥാനിൽ വിവാദങ്ങൾക്ക് തീ കൊളുത്തിയത്. സൽമാൻ ഖാന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇപ്പോൾ ഒരു ഹിന്ദി സിനിമ എടുത്ത് സൗദി അറേബ്യയിൽ റിലീസ് ചെയ്താൽ അത് സൂപ്പർ ഹിറ്റ് ആകും. ഒരു തമിഴ്, തെലുങ്ക് അല്ലെങ്കിൽ മലയാള സിനിമയാണ് ചെയ്യുന്നതെങ്കിൽ അത് 100 കോടി രൂപയുടെ ബിസിനസ് നേടും. കാരണം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ബലൂചിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട്, പാകിസ്ഥാനിൽ നിന്നുള്ളവരുമുണ്ട്. എല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇതാണ് സൽമാൻ ഖാൻ പറഞ്ഞത്. ഈ പരാമർശം എങ്ങനെ വിവാദമായെന്ന് ചോദിച്ചാൽ, ആ പരാമർശത്തിൽ ബലൂചിസ്ഥാനെയും പാകിസ്ഥാനെയും രണ്ടായിട്ടാണ് സൽമാൻ ഖാൻ സൂചിപ്പിച്ചത്. ബലൂചിസ്ഥാനെയും പാകിസ്ഥാനെയും വെവ്വേറെ പരാമർശിച്ചത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വെല്ലുവിളിയായി പാക് ഉദ്യോഗസ്ഥർ എടുത്തുവെന്നാണ് റിപ്പോർട്ട്. എന്നാൽ മറുവശത്ത് സൽമാൻ ഖാന്റെ പരാമർശത്തെ ബലൂച്ച് വിഘടന നേതാക്കൾ പ്രശംസിച്ചു. അവർക്കത് വലിയ മോട്ടിവേഷൻ ആയി എന്നാണ് പറയുന്നത്. അതായത് അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ്: സൽമാൻ ഖാന്റെ വാക്കുകൾ 6 കോടി ബലൂച്ച് ജനതയ്ക്ക് സന്തോഷം നൽകി. ബലൂചിസ്ഥാനെ ഒരു പ്രത്യേക പ്രവിശ്യയായി അംഗീകരിച്ചതിലൂടെ പല രാജ്യങ്ങളും ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ് സൽമാൻ ഖാൻ ചെയ്തത്. ഇത് ഞങ്ങളുടെ സത്വത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം ശക്തിപ്പെടുത്തുന്ന ശക്തമായ ഒരു മൃദു നയതന്ത്ര നടപടിയാണ് എന്നിങ്ങനെയാണ് സ്വതന്ത്ര ബലൂചിസ്ഥാന്റെ വക്താവായ മിർയാൻ ബലൂച്ചിന്റെ പ്രതികരണം. ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യത്തിനായി നിലവിളിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയായിട്ടും ബലൂചിസ്ഥാൻ പാക് ഭരണകൂടത്തിന്റെ ക്രൂരമായ അവഗണനയും അടിച്ചമർത്തലുമാണ് നേരിടുന്നത്. ധാതു വിഭവങ്ങളാൽ സമ്പന്നമാണ് ഈ മണ്ണ്. പ്രകൃതിവാതകം, സ്വർണം, ചെമ്പ് തുടങ്ങിയവയുടെ വലിയ ശേഖരം ഇവിടെയുണ്ട്. പക്ഷെ ദാരിദ്ര്യത്തിൽ നിന്ന് ഇതുവരെ കരകയറിയിട്ടില്ല ഈ പ്രവിശ്യ. വികസനത്തിന്റെ കാര്യത്തിൽ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലെ മറ്റു പ്രവിശ്യകളെക്കാൾ ഏറെ പിന്നിലാണ്. ഈ പ്രദേശത്തിന്റെ പ്രകൃതി സമ്പത്ത് പാക് സർക്കാരും വിദേശികളും ചൂഷണം ചെയ്യുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നുണ്ട്. വർഷങ്ങളായി ബലൂച്ച് ലിബറേഷൻ ആർമി പോലുള്ള വിഘടനവാദ ഗ്രൂപ്പുകൾ ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിനായി പോരാടുകയാണ്. ഈ പ്രസ്ഥാനത്തെ നേരിടാൻ പാകിസ്ഥാൻ സൈന്യം ഉപയോഗിക്കുന്നത് അതിക്രൂരമായ മാർഗങ്ങളാണ്. നിർബന്ധിത തിരോധാനങ്ങൾ, വ്യാജ ഏറ്റുമുട്ടലുകൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവ പതിവാണിവിടെ. 1948 ബലൂചിസ്ഥാൻ പ്രദേശം ബലമായി പാകിസ്ഥാനോട് കൂട്ടിച്ചേർത്തുവെന്നാണ് ബലൂച്ച് നേതാക്കൾ ആരോപിക്കുന്നത്. ബലൂച്ച് ജനതയുടെ സാംസ്കാരികവും രാഷ്ട്രീയമായ സ്വയംഭരണാവകാശം ഉറപ്പാക്കാനുള്ള പോരാട്ടങ്ങളെ പാകിസ്ഥാൻ സൈനിക നടപടികളിലൂടെയാണ് നേരിടുന്നത്. കൊല്ലുക, വലിച്ചെറിയുക എന്ന രീതിയിലുള്ള കൊലപാതകങ്ങൾ ബലൂചിസ്ഥാനിൽ പതിവായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് പ്രതിഷേധിക്കുന്നവരെയും വിമർശകരെയും രഹസ്യമായി തട്ടിക്കൊണ്ടുപോയി അപ്രത്യക്ഷരാക്കുന്ന നിർബന്ധിത തിരോധാനങ്ങൾ ഇവിടെ ഒരു സാധാരണ സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ പോലും ഈ വിഷയത്തിൽ പാകിസ്ഥാൻ സർക്കാരിനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട്. ബലൂച്ച് ജനതയുടെ വംശീയവും രാഷ്ട്രീയപരമായ അസ്തിത്വം ഇല്ലാതാക്കാനുള്ള ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾ ഈ പ്രവിശ്യയെ സ്വതന്ത്ര പ്രഖ്യാപനത്തിലേക്ക് അടുപ്പിക്കുകയാണ്. സ്വന്തം പൗരന്മാരെ ദേശദ്രോഹികളായി ചിത്രീകരിച്ച് വേട്ടയാടുന്ന പാകിസ്ഥാന്റെ ഈ ഇരട്ടത്താപ്പ് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ ആഗോളതലത്തിൽ ശ്രദ്ധേയമാകുന്നത് തീവ്രവാദത്തിന്റെ പേരിലും അയൽ രാജ്യങ്ങളോടുള്ള ശത്രുതാപരമായ നിലപാടുകളിലുമാണ്. എന്നാൽ ഈ രാജ്യത്തിന്റെ അകത്തളങ്ങളിൽ ലോക ശ്രദ്ധ അർഹിക്കുന്ന അതിതീവ്രമായ ആഭ്യന്തര പ്രതിസന്ധികളും മനുഷ്യാവകാശ ലംഘനങ്ങളും നടക്കുന്നുണ്ട്. സാമ്പത്തിക തകർച്ച, രൂക്ഷമായ തൊഴിലില്ലായ്മ, വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പുറമെ ബലൂചിസ്ഥാൻ, പാക് അധിനിവേശ കാശ്മീർ തുടങ്ങിയ പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ നടത്തുന്ന അടിച്ചമർത്തലുകൾ അത്യന്തം അപലപനീയമാണ്. പാകിസ്ഥാൻ നിലവിൽ നേരിടുന്ന ബഹുമുഖ പ്രതിസന്ധികളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നു: സംഘർഷങ്ങളെ അടിച്ചമർത്തുന്ന ഒരു സർക്കാർ അധികനാൾ നിലനിൽക്കില്ല. ആഭ്യന്തരമായും അതിർത്തികളിലും പാകിസ്ഥാൻ നേരിടുന്ന വെല്ലുവിളികൾ അതിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുകയാണ്. ഒന്നാമതായി ബലൂചിസ്ഥാനിൽ അരങ്ങേറുന്ന അതിക്രമങ്ങളും വിഭവ ചൂഷണവും ഒരു തീർപ്പിലേക്ക് എത്തേണ്ടതുണ്ട്. പാകിസ്ഥാൻ ഭരണകൂടം വംശഹത്യയുടെ വക്കോളം എത്തിയ അടിച്ചമർത്തൽ തുടരുന്നിടത്തോളം കാലം ബലൂച്ച് ജനതയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം ശക്തിപ്പെടുകയുള്ളൂ. അവരുടെ ദേശീയ വികാരം ഇല്ലാതാക്കാൻ കഴിയില്ല.
അതിനാൽ ബലൂചിസ്ഥാന്റെ വേർപിരിയൽ ഒരു വിദൂര സ്വപ്നമല്ല, മറിച്ച് നിലവിലെ സാഹചര്യങ്ങളിൽ അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമായി ഉയർന്നു വരാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട് മറ്റൊരു രാജ്യമാകുന്ന കാലം വിദൂരമല്ല എന്ന് ചുരുക്കം. രണ്ടാമതായി, പാക് അധിനിവേശ കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ കൈക്കൊള്ളുന്ന നിയമവിരുദ്ധ നിലപാട് ലോകം അംഗീകരിക്കില്ല. POKയിലെ ജനങ്ങളുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ നിഷേധിക്കുന്നതിലൂടെയും തീവ്രവാദത്തിന് താവളം ഒരുക്കുന്നതിലൂടെയും പാകിസ്ഥാൻ തങ്ങളുടെ ദുരുദ്ദേശം പ്രകടമാക്കുന്നു. POK ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന സത്യം അംഗീകരിക്കുന്നതിലൂടെ മാത്രമേ ഈ മേഖലയിൽ ശാശ്വത സമാധാനം ഉണ്ടാകൂ. അവസാനമായി, പാക് അഫ്ഗാൻ അതിർത്തിയിൽ ഉണ്ടാകുന്ന തുടർച്ചയായ സംഘർഷങ്ങൾ, പ്രത്യേകിച്ച് താലിബാനുമായുള്ള ഏറ്റുമുട്ടൽ, പാകിസ്ഥാൻ സ്വയം സൃഷ്ടിച്ച ഈ കെണിയിൽ അകപ്പെട്ടതിന്റെയൊക്കെ തെളിവാണ്. തീവ്രവാദത്തെ പിന്തുണച്ചും വളർത്തിയെടുത്തും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ന് ആ തീവ്രവാദ ശക്തികൾ തന്നെ പാകിസ്ഥാന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായി മാറിയിരിക്കുന്നു. സ്വന്തം ജനതയ്ക്ക് നീതിയും ക്ഷേമവും ഉറപ്പാക്കാതെയും അയൽക്കാരോട് ശത്രുത തുടരുന്നതിലൂടെയും ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. പാകിസ്ഥാൻ ഭീകരതയുടെ പാത ഉപേക്ഷിച്ച് ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും POKയുടെ വിഷയത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ പാത തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന രാജ്യം ആഭ്യന്തര സംഘർഷങ്ങളുടെ ഭാരം താങ്ങാനാവാതെ ശിഥിലമാകുന്ന ഒരു കാലം വിദൂരമല്ല.